അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചോണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ്. സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടനിയാ. കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്നാണ്. ശശിയെ എന്നാണ് ഈ പറയുന്നത്? ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. சூப்பர் ஜோக், அதுதான் சொன்னேன். ஆனா வெளியில யார்ட்டையும் சொல்லாதீங்க, உதப்பானுங்க. ஓதேரிக்கு நிறைய கிடைச்சிருக்கு அப்படின்னு தெரிஞ்சல. പറയൂ, ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. ശ്രീ ഗണേഷ് കുമാർ എന്നെ പറ്റി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ പറ്റി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ എന്ത് യോഗ്യതയുള്ളത്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ശ്രീ ഗണേഷ് കുമാറിനെ പറ്റി എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് ഞങ്ങളുടെ നേതാവായിരുന്ന ശ്രീ R ബാലകൃഷ്ണപിള്ളയാണ്. എല്ലാരും വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് എനിക്ക് എന്റെ ഭാര്യയെ സംശയമില്ലാത്തത് കൊണ്ട് മാത്രം ശ്രീ KB ഗണേഷ് കുമാർ എന്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കമന്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത്ര അഗ്രസീവാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സാധാരണ ഒരാളെ 3 പേരടിക്കുക, ആ 3 പേരടിച്ചതിന്റെ 3 പാടുണ്ടാവുക എന്ന് കേട്ടിട്ടുണ്ട് നമ്മള്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പക്ഷെ ശ്രീ KB ഗണേഷ് കുമാറിന്റെ ചരിത്രം എന്താണ്? ഒരൊറ്റ അടിയിലെ ഒരു പാടിന് 3 അവകാശികൾ ഉണ്ടായ ആളാണ് ശ്രീ KB ഗണേഷ് കുമാർ. അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ധാരാളം പ്രണയങ്ങൾ ഉണ്ട് എന്ന്. പക്ഷെ അതേ KSRTC മന്ത്രിയല്ലേ, അല്ലാതെ KSRTC ബസ്സൊന്നും അല്ലോ കൈ കാണിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ആളുകളെ വിളിച്ച് കയറ്റാനായിട്ട്. ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സ് എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലിയാണ് എന്ന് ശ്രീ KB ഗണേഷ് കുമാർ മനസ്സിലാക്കുക നന്നായിരിക്കും. കൗതുക ലേശം കൂടുതലാണ്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.